എന്നാൽ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ ഹീറോയാണ് കാണിക്കുന്നത്. നമ്മുടെ ഹീറോയ്ക്ക് 1 വർഷം മുമ്പ് ഒരു ആക്സിഡൻറ്റ് നടന്നു. അതുകൊണ്ട് ഹീറോയ്ക്ക് ആ ആക്സിഡൻറ്റ് മൂലം കാഴ്ചശക്തി നഷ്ടപ്പെടുകയും എന്നാൽ അവന് കേൾവിശക്തി നല്ലപോലെ കൂടുകയും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു സൂപ്പർ പവർ കിട്ടിയ പോലെ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഹീറോ നല്ലൊരു കോടീശ്വരനായതുകൊണ്ട് ഹീറോയ്ക്ക് നിറയെ ജോലിക്കാരൊക്കെ ഉണ്ട്. ഓക്കെ, ഹീറോ ഇപ്പോൾ ഒരു കോടീശ്വരനായിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ അവിടുത്തെ സേവൻറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെ കൂടെ നിന്നിട്ട് അവർ പറയുകയാണ്. ഓക്കെ, അപ്പോൾ അവർ കൂടെ നിന്നിട്ട് അവർ പറയുന്നുണ്ട്, ഇവിടെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് അടിച്ചു മാറ്റി വെക്കാം, അതിന് പകരം അവിടെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങൾ കൊണ്ടുപോയി വെക്കാം. ഇത് നമ്മുടെ ഹീറോ കേൾക്കുന്നുണ്ട്, കാരണം അവന് കേൾവിശക്തി നല്ലപോലെ കൂടുതലുള്ളൂ. ആ ദേഷ്യത്തിൽ അവിടെ ഫുഡ് കഴിക്കാൻ വെച്ച സാധനങ്ങളൊക്കെ അവൻ തട്ടി കളയുകയാണ്. അത് കണ്ടുകൊണ്ട് ഓപ്പോസിറ്റ് തന്നെ അവൻ്റെ ആൻറ്റി ഇരിക്കുന്നുണ്ട്. അവൻ്റെ ആൻറ്റി ചോദിക്കുകയാണ്, എന്താ നിനക്ക് പറ്റി ചോദിച്ചു. അതിൽ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, ഇവിടെ ഉള്ളവരെയൊക്കെ ജോലിക്കാരെയൊക്കെ പറഞ്ഞു വിട്ടേക്കാൻ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഹീറോയ്ക്ക് നമ്മുടെ ആൻറ്റിയുടെ മേളിലും നല്ല ഡൗട്ടുണ്ട്. കാരണം 1 വർഷം മുമ്പ് നടന്ന ആക്സിഡൻറ്റിൽ ഇവൻ്റെ അച്ഛനമ്മയും മരിച്ചിട്ടുണ്ട്. അതിന് കാരണം ഈ ആൻറ്റിയാണെന്നാണ് വിചാരിച്ചത്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, എനിക്കിഷ്ടമില്ലാത്ത ആരും ഇവിടെ